ആയിച്ചാകുന്നു. ആത്മാവേ പാപത്തിൻ കാഴ്ച നീ കാണുക, ദൈവത്തിൻ പുത്രനീ ശാപത്തിലായല്ലോ. ദൈവത്തിൻ പുത്രനീ ശാപത്തിലായല്ലോ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഈ ദേവാലയത്തിൽ ദൈവവചനം ധ്യാനിപ്പാനുള്ള അവസരം ഒരുക്കുന്നതിനായി നന്ദിയോടെ തന്നെ സ്തോത്രം കർത്താവേ. അടിയൻ്റെ നാവിനോട് കൂടെ ഇരിക്കണം, അടിയൻ്റെ ചിന്തകളോട് കൂടെ ഇരിക്കണം. ദൈവമായ കർത്താവേ, വിശുദ്ധിയോടും തകർന്ന ഹൃദയത്തോടും വിനയമുള്ള ആത്മാവോടും കൂടെ കർത്താവേ, ഇന്ന് നിൻ്റെ പീഡാനുഭവ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം കടന്നു വന്ന നിൻ്റെ ജനത്തെ നിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആണിപ്പാടുള്ള കരങ്ങൾ തൊട്ട് കർത്താവേ, നീ അവയെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ശ്രീബയുടെ ചിറകിൻ കീഴിൽ കർത്താവേ, നീ അവരെ മറച്ചുകൊള്ളണം. പ്രാർത്ഥന നീ ശ്രദ്ധ വെച്ച് കേട്ടല്ലോ, കേട്ടതിനായി സ്തോത്രം. സകലതും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആംഗലേയ ഭാഷയിൽ നല്ല വെള്ളിയാഴ്ചയെന്നും നമ്മുടെ മാതൃഭാഷയിൽ ദുഃഖവെള്ളിയാഴ്ചയെന്നും പറയുന്ന വലിയ വെള്ളിയാഴ്ചയാണല്ലോ ഇന്നത്തെ ദിവസം. പരിശുദ്ധനിൽ പരിശുദ്ധനായവൻ പാപികളോടുകൂടെ ക്രൂശിക്കപ്പെട്ട ദിവസം. ഇത് വേദനയുടെ ദിനമല്ല, ഇത് മോചനത്തിൻ്റെ ദിനമാണ്. ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്ന ദിവസമാണ്. സൂര്യൻ്റെ ശോഭ മങ്ങിപ്പോയ ദിവസം, പ്രകൃതി പോലും കണ്ണീരൊഴുക്കിയ ദിവസമാണ് ഇന്നത്തെ ദിവസം. മാനവരാശിയോടുള്ള അനന്തമായ സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും വെളിവാക്കപ്പെട്ട ദിനമാണ് ഇന്നത്തെ ദിവസം. സ്വർഗത്തിൽ നിന്ന് താണിറങ്ങി വന്ന് നമ്മുടെ രക്ഷയ്ക്കായി ജീവൻ നൽകിയ ദിനമാണ് ഇന്നത്തെ ദിനം. ഈ ദിനത്തിൽ നമ്മൾ ആയിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു, പ്രകാശത്തിൻ്റെയും ജീവൻ്റെയും ഉറവയായവൻ, പിതാവിനോട് സമത്വമുള്ളവൻ, സകല സൃഷ്ടിക്കും മുഖാന്തരമായവൻ, ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ, ദൈവത്തിൻ്റെ കുഞ്ഞാട്, ദൈവ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയുമായവൻ, തൻ്റെ സൃഷ്ടിക്ക് പ്രകാശം കൊടുപ്പാൻ കാലസമ്പൂർണതയിൽ ശരീരം ധരിച്ചവൻ, സകലത്തിൻ്റെയും ഉടയവനായവൻ കാൽവറി ക്രൂശിൽ ക്രൂശിക്കപ്പെടുകയാണ്. വടികൊണ്ടും ചമ്മട്ടി കൊണ്ടും ചാട്ടവാറുകൊണ്ടും അനേക ദണ്ഡനമേറ്റ് 6 പ്രാവശ്യം വിസ്തരിച്ച് ക്രൂശിക്കുവാൻ ഗോൽക്കുത്ത കുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ഭാരമാർന്ന പച്ച പൈൻ മരക്കുരിശ് തോളിൽ ചുമന്നാണ് പോകുന്നത്. 150 കിലോ ഭാരമുള്ള, ഏകദേശം 15 അടി നീളവും 8 അടി വീതിയുമുള്ള ഭാരമാർന്ന പൈൻ മരക്കുരിശാണ് തോളിൽ കർത്താവ് വഹിക്കുന്നത്. യേശു വളരെ ക്ഷീണിതനാണ്. അനേക സ്ഥലങ്ങളിൽ പ്രാണനാഥൻ നിലംപതിക്കുന്നുണ്ട്. വേച്ച് വേച്ച് നടക്കുകയാണ് കർത്താവ്. ഇന്നലെ സന്ധ്യയ്ക്ക് ശിഷ്യരോടൊപ്പം മാളിക മുകളിലിരുന്ന് അന്ത്യ അത്താഴം കഴിച്ചതാണ്. അല്പം പോലും കർത്താവ് ഉറങ്ങിയിട്ടില്ല. വിയർപ്പ് തുള്ളികൾ ചോരത്തുള്ളികൾ പോലെ നിലത്ത് വീഴുകയാണ്. ചാട്ടവാറിൻ്റെ അടികളേറ്റ്, ദേഹദണ്ഡനമേറ്റ്, മനോവേദനയേറ്റ് ക്ഷീണിച്ച് തലയോടിടത്തേക്ക് കർത്താവ് ഗമിക്കുകയാണ്. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിലുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി. പഴയ നിയമ പുസ്തകത്തിൽ 25 പ്രവചനങ്ങൾ
24 മണിക്കൂർ കൊണ്ട് നിറവേറ്റപ്പെട്ട ദിവസമാണ് ഇന്നത്തെ ദിവസം. 24 പ്രവചനങ്ങൾ നിറവേറപ്പെട്ടു. 30 വെള്ളിക്കാശിന് തന്നെ വിൽക്കും പ്രവചനമാണ്. തൻ്റെ ഒരു സ്നേഹിതൻ തന്നെ ത്യജിക്കും, തൻ്റെ ശിഷ്യന്മാർ തന്നെ ഉപേക്ഷിക്കും, തനിക്ക് വിരോധമായി കള്ളസാക്ഷികൾ ഉണ്ടാകും, തൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകുകയില്ല, തൻ്റെ മരണത്തിങ്കൽ ദേശമെല്ലാം ഇരുട്ടുണ്ടാകും, ധനവാന്റെ കല്ലറയിൽ അടക്കപ്പെടും, തൻ്റെ കൈകളെയും കാലുകളെയും തുളയ്ക്കും, വസ്ത്രം അവർ പകുത്തെടുക്കും, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടും. എത്ര പ്രവചനങ്ങൾ! പഴയ നിയമ പുസ്തകത്തിലെ പ്രവചനങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ, ഈ വെള്ളിയാഴ്ച ഒരു ദിവസം കൊണ്ട് ആ പ്രവചനങ്ങളെല്ലാം നിറവേറി. 2 കൈകളിലും 2 കാലുകളിലും തിരുമേനിയിലും വിലാപ്പുറത്തും 5 തരത്തിലുള്ള 5000-ലേറെ മുറിവുകളാണ് കർത്താവ് തൻ്റെ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിയത്. ആ 5 തിരുമുറിവുകളെ കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് സഹിച്ച 5 തിരുമുറിവുകൾ ഏതൊക്കെയാണ്? 1, വടികൊണ്ട്, ലാത്തി കൊണ്ട്, മനുഷ്യത്വത്തിന്റെ കണിക പോലുമില്ലാത്ത മൃഗീയമായ അടികൾ ഏറ്റുവാങ്ങുകയാണ്. ഇന്ന സ്ഥലത്തെ അടിക്കാവൂ എന്നൊന്നും ഇല്ല. ശരീരത്തിന്റെ ഏത് ഭാഗത്തും ആഞ്ഞടിക്കും. യഹൂദന്മാരുടെ സാക്ഷാൽ രാജാവിനെ, ദൈവത്തിന്റെ പൊന്നോമന പുത്രനെ, എല്ലാം അറിയുന്നവന്, എല്ലാം ക്ഷമിക്കുന്നവന്, എല്ലാം പൊറുക്കുന്നവന്, ഹല്ലേലൂയ, ലാത്തി കൊണ്ട്, വടികൊണ്ട് ക്രൂരമായി അടിക്കുകയാണ്. തിരുമേനിയിൽ നിന്ന് ചോര ചീറി ഒഴുകുകയാണ്. രക്തവും വിയർപ്പും തുപ്പലിനോട് ചേർന്ന് ഒലിച്ചിറങ്ങുകയാണ്. കൊടിയ വെയിലത്ത് മുറിവുകൾ നേറിപ്പുകയുകയാണ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 67-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അപ്പോൾ അവർ അവന്റെ മുഖത്ത് തുപ്പി അവനെ മുഷ്ടി ചുരുട്ടി കുത്തി, ചിലർ അവനെ കന്നത്തടിച്ചു എന്നവിടെ രേഖപ്പെടുത്തുന്നു. ആമേൻ. മീഖാ പ്രവാചകൻ 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിന് മുമ്പ് 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇസ്രയേൽ പ്രവാചകൻ പറയുന്നു, ഇസ്രയേലിന്റെ ന്യായാധിപതിയെ അവർ വടി കൊണ്ട് ചകിട്ടത്തടിക്കുന്നു. യേശുവിനെ അടിച്ചു തകർത്തു, അവന്റെ മുഖം വിരൂപമായി. കർത്താവിൽ പ്രിയ വാത്സല്യമുള്ളവരെ, 1-ാമത്തെ തിരുമുറിവ് എന്ന് പറയുന്നത് വടി കൊണ്ടും ലാത്തി കൊണ്ടും കർത്താവ് അനുഭവിച്ച തിരുമുറിവുകളാണ്. വടി കൊണ്ടും ലാത്തി കൊണ്ടും കർത്താവ് അനുഭവിച്ച തിരുമുറിവുകൾ. 2-ാമത്തെ തിരുമുറിവ് ചമ്മട്ടി കൊണ്ട്, ചാട്ട കൊണ്ട് അടിച്ചത് മൂലമുണ്ടായ മുറിവുകൾ. ചമ്മട്ടി കൊണ്ടും ചാട്ട കൊണ്ടും അടിച്ചത് മൂലമുണ്ടായ മുറിവുകൾ. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിച്ച് ക്രൂശിപ്പിക്കേണ്ടതിന് ഏൽപ്പിച്ചു എന്ന്. ചമ്മട്ടി കൊണ്ട് അടിച്ച് ക്രൂശിപ്പിക്കേണ്ടതിന് ഏൽപ്പിച്ചു. 350 പടയാളികൾ, 50 കുതിരപ്പടയാളികൾ, അവർ ഒന്നു ചേർന്ന് നിന്നുകൊണ്ടാണ് കർത്താവിനെ അടിക്കുന്നത്. മാംസം പറഞ്ഞു പോരുന്ന രീതിയിലുള്ള അടിയാണത്. മാംസം പറഞ്ഞു പോരുന്ന രീതിയിലുള്ള അടികൾ. ചമ്മട്ടിയുടെ അറ്റത്ത് ഖനമുള്ളതും ചൂണ്ടയുടെ ആകൃതിയിൽ മുനയോടുകൂടിയ അനേക ലോഹ കഷണങ്ങൾ ബന്ധിച്ചിട്ടുണ്ട്. ഈ ലോഹ കഷണങ്ങൾ കർത്താവിൻ്റെ തിരുമേനിയിൽ ആഞ്ഞു തറയ്ക്കുകയാ. ഇത്തരം ചാട്ട കൊണ്ടാണ് ഒരുവൻ 39 അടി, കരുത്തനായ ഒരുവൻ, ആരോഗ്യവാനായ ഒരുവൻ കർത്താവിൻ്റെ തിരുമേനിയിൽ ആഞ്ഞടിച്ചത് കൽത്തളത്തിൽ വെച്ചാണ്. ഹല്ലേലൂയ. തൽഫലമായി എല്ലുകളുടെ ഇടയിൽ നിന്ന് മാംസം പറഞ്ഞുപോയി. എല്ലുകളുടെ ഇടയിൽ നിന്നെല്ലാം മാംസം പറഞ്ഞുപോയി. ശ്വാസം കിട്ടാനാകാതെ കർത്താവ് ക്രൂസിൽ കിടക്കുകയാണ്. അവൻ്റെ കവിളിൽ നിന്ന് രോമങ്ങൾ പിഴുതെടുത്തിട്ടുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, അങ്ങനെ
129 സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഉഴവുകാർ എൻ്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവുകാർ എൻ്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവുചാലുകളെ അവർ നീളത്തിൽ കീറി. അരുമനാഥന്റെ പുറം ഹല്ലേലൂയ ഉഴവുചാലു പോലെ കീറി എന്നവിടെ രേഖപ്പെടുത്തുന്നു. യെശയ്യാ പ്രവാചകൻ 50-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും, രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു, എൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല. കർത്താവിൽ പ്രിയ വാത്സല്യമുള്ളവരെ, 2-ാമത്തെ തിരുമുറിവ്, കർത്താവ് സഹിച്ച തിരുമുറിവെന്ന് പറയുന്നത് ചമ്മട്ടി കൊണ്ട്, ചാട്ട കൊണ്ട് അടിച്ചത് മൂലമുണ്ടായ മുറിവുകളാണ്. 3-ാമത്തെ തിരുമുറിവ് മുൾക്കുരിശ് ഉള്ളിലേക്ക് കടത്തിയുള്ള മുറിവുകൾ, മുൾക്കുരിശ് ഉള്ളിലേക്ക് കടത്തിയുള്ള മുറിവുകൾ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ കൊട്ടാരത്തിൽ വെച്ച് നടന്ന കാര്യമാണ് രേഖപ്പെടുത്തുന്നത്. പടയാളികൾ മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ചു. പടയാളികൾ മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ചു. മുൾക്കിരീടം അത് പരിഹാസത്തിൻ്റെ കിരീടമാണ്. അനേകം മുനകളോടുകൂടിയ കിരീടം, ഒത്തിരി മുനകളുണ്ട് ആ കിരീടത്തിന്. ആ കിരീടത്തിലുള്ള മുള്ളുകൾ തലയോട്ടിയിൽ കയറുന്നില്ല. കർത്താവിൻ്റെ ശിരസിന്മേൽ ഈ മുള്ളുകൾ കയറുന്നില്ല. കയറാത്തതിനാൽ കോൽ കൊണ്ട് അതിശക്തമായി കർത്താവിൻ്റെ ശിരസിന്മേൽ അടിച്ചു കയറ്റുകയാണ്. കോൽ കൊണ്ട് അടിച്ചു കയറ്റിയപ്പോൾ കർത്താവിൻ്റെ ശിരസിന്മേൽ 17 മുള്ളുകളാണ് തുളച്ചു കയറിയത്. തലയോട്ടിയിലേക്ക് 17 മുള്ളുകൾ തുളച്ചു കയറി. ആമേൻ. മഹോന്നതങ്ങളിൽ അധികാരികളെ കിരീടം ധരിപ്പിക്കുന്നവൻ ഇതാ മുൾക്കിരീടം ധരിച്ചിരിക്കുന്നു. മഹിമാ സമ്പൂർണനായവൻ ഇതാ കള്ളന്മാരോടുകൂടെ കാൽവരി ക്രൂസിൽ ഉയർത്തപ്പെട്ടിരിക്കുന്നു. മാറായിലെ കയ്പ് വെള്ളത്തെ മധുരമാക്കിയവൻ ഇതാ കയ്പ് കാടി കുടിക്കുവാൻ നിർബന്ധിതനാകുന്നു. ആദാമിൽ ജീവാത്മാവ് ഊതിയവൻ ഇതാ മനുഷ്യവർഗത്തിന് വേണ്ടി കഷ്ടം സഹിക്കുന്നു. ചരിത്രത്തെ AD എന്നും BC എന്നും 2ആയി വിഭജിച്ചവൻ, ഇരമ്പി മറിയുന്ന കടലിനെ ശാന്തമാക്കിയവൻ, ഹല്ലേലൂയ, ഇതാ മുൾക്കിരീടം ധരിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ശിരസിലെ ഈ മുറിവുകളിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുന്നു. യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട് 53-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ, അവന് രൂപഗുണമില്ല, അവന് കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും ഇരുന്നു എന്ന പ്രവചനത്തിലൂടെ പറയുന്നു. ഒരു പട്ടണത്തിൽ ഒരു വിധവയും മകനും താമസിച്ചിരുന്നു. ഒരു വിധവയും മകനും. ഒരു ദിവസം മകൻ അമ്മയോട് ചോദിക്കുകയാണ്, മമ്മിയുടെ മുഖം എന്താ ഒരഴകില്ലല്ലോ, മമ്മിക്ക് സൗന്ദര്യമില്ലല്ലോ, മറ്റുള്ള അമ്മമാരെ നോക്കുമ്പോൾ മമ്മിയുടെ മുഖത്ത് ഒരു സൗന്ദര്യമില്ലല്ലോ, മമ്മിയുടെ സൗന്ദര്യം എവിടെ പോയി? അമ്മ പറഞ്ഞു, മകനെ, നീ കുഞ്ഞായിരുന്ന സമയം, വളരെ കുഞ്ഞായിരുന്ന സമയം, ഞാൻ മുറ്റത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വസ്ത്രത്തിൽ തീ പടർന്നു. തീ പടർന്നപ്പോൾ നിന്റെ കരച്ചിൽ കേട്ട് ഞാൻ ഓടിയെത്തി നിന്നെ രക്ഷിക്കാനായി നിന്നെ കേറി പിടിച്ചപ്പോൾ എൻ്റെ സാരിയിൽ മുഴുവൻ തീ പടർന്നു. അങ്ങനെ സാരിയിൽ മുഴുവൻ തീ പടർന്നപ്പോൾ ഉണ്ടായ പൊള്ളൽ, ആ പൊള്ളൽ കൊണ്ടാണ് എൻ്റെ മുഖം ഇങ്ങനെ വിരൂപമായത്. ഇത് കേട്ട മകൻ മാതാവിനോട് പറഞ്ഞു, മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കി സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ആ മാതാവിനെ ചുംബിച്ചിട്ട് പറഞ്ഞു, മമ്മി വിരൂപയല്ല, മമ്മി സൗന്ദര്യവതിയാണ്. ആമേൻ. കർത്താവിൻ്റെ മുഖം വിരൂപമായത് നമുക്കേവർക്കും വേണ്ടിയാ,
നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയാ കർത്താവിൻ്റെ മുഖം വിരൂപമായത്. കർത്താവിൽ പ്രിയ വാത്സല്യമുള്ളവരെ, മൂന്നാമതായി ഞാൻ പറഞ്ഞത് മുൾക്കുരിശ് ഉള്ളിലേക്ക് കടത്തിയുള്ള മുറിവുകൾ. നാലാമത്തെ തിരുമുറിവ് തുളച്ചു കയറുന്ന ആണികൾ കൊണ്ടുള്ള മുറിവ്. തുളച്ചു കയറുന്ന ആണികൾ കൊണ്ടുള്ള മുറിവുകൾ. സങ്കീർത്തനം 22:16 പറയുന്നു, നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു വഹിച്ചിരുന്ന ക്രൂസ്, ആ ക്രൂസ് ബലമായി വാങ്ങി അത് നിലത്തിട്ടു. ബലമായി വാങ്ങി ആ ക്രൂസ് നിലത്തിട്ടിട്ട് സകലത്തെയും ഒറ്റ വാക്കിൽ നിർമ്മിച്ചവനെ, സകല സൃഷ്ടിക്കും മുഖാന്തരമായവനെ, സ്വർഗത്തിന്റെ മകുട പണിഞ്ഞവനെ, ദൈവത്തിന്റെ ഏകപുത്രനെ ആ ക്രൂശിൽ തന്നെ പിടിച്ച് അതിന്മേൽ കിടത്തിയിട്ട് 3 അടി നീളമുള്ള കാര്യരുമ്പാണി, 3 അടി നീളമുള്ള കാര്യരുമ്പാണി, 3/4 ഇഞ്ച് വണ്ണമുള്ള കാര്യരുമ്പാണി, അത് ഇടത് കൈവെള്ളയിൽ ചേർത്ത് വെച്ച് ക്രൂശിൽ ഒരു വലിയ കൂടം കൊണ്ട് കർത്താവിൻ്റെ ഇടത് കൈയുടെ വെള്ളയിൽ ആഞ്ഞു തറയ്ക്കുകയാ. ഒരു കൂടം കൊണ്ട് അടിച്ചു തറയ്ക്കുകയാണ്. എന്നിട്ട് വലതുകരം ഒരു വടം വെച്ച് വലിച്ചു പിടിക്കുകയാ. വടം വെച്ച് വലിച്ചു പിടിച്ച് വലതുകരവും ക്രൂസോട് ചേർത്ത് വച്ചിട്ട് ഈ കാര്യരുമ്പാണി 3/4 അടി നീളവും 3/4 ഇഞ്ച് വണ്ണവുമുള്ള കാര്യരുമ്പാണി രണ്ടാമത്തെ കരത്തിലും ആഞ്ഞു തറയ്ക്കുകയാ കൂടം വെച്ച്. മൂന്നാമതായി കർത്താവിനുണ്ട് കാൽപാദങ്ങൾ, ഒന്നിനുമേൽ ഒന്ന് വെച്ച്, ഒരു കാലിൻ്റെ മേൽ മറ്റൊരു കാൽ ചേർത്ത് വെച്ച് അണിനിറയ്ക്കുകയാണ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ തഴുകി അനുഗ്രഹിച്ച, അനേക രോഗികൾക്ക് സ്പർശന മാത്രയിൽ സൗഖ്യം നൽകിയ, പാലസ്തീൻ നാടിൻ്റെ നെടുകയും കുറുകയും നന്മ ചെയ്യുവാൻ ഓടിയ കർത്താവിൻ്റെ തൃപ്പാദങ്ങളിൽ കാര്യരുമ്പാണിയിൽ അടിച്ചു തറയ്ക്കുകയാണ്. തൻ്റെ പാവനക്കരങ്ങളും തൃപ്പാദങ്ങളും കാര്യരുമ്പാണികൾ കൊണ്ട് അടിച്ചു തറയ്ക്കുമ്പോൾ കർത്താവ് വേദന കൊണ്ട് പിടയുകയാണ്. എന്നാൽ കർത്താവ് അത് പുറത്ത് കാണിക്കാതെ, ആ വേദനയുടെ ഒരു പുറമെ ഒന്നും പ്രകടമാക്കാതെ ആ വേദനയെല്ലാം കർത്താവ് സഹിച്ചു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അങ്ങനെ ആണി അടിച്ച് തറച്ച് ഈ ക്രൂസ് ഉയർത്തുമ്പോൾ കർത്താവ് പറയുന്നു, എന്താ പറയുന്നത്? പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവ് പറയുകയാ. ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു? വേദന കൊണ്ട് പിടയുമ്പോൾ ആമേൻ, വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാ. തുപ്പിയവർക്ക് വേണ്ടി, പരിഹസിച്ചവർക്ക് വേണ്ടി, ചമ്മട്ടി കൊണ്ട് അടിച്ചവർക്ക് വേണ്ടി, വടി കൊണ്ട് അടിച്ചവർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. വെട്ടിമുറിക്കുമ്പോഴും കത്തിയെരിയുമ്പോഴും സുഗന്ധം പുറപ്പെടുവിക്കുന്ന ചന്ദനമരം കണക്കെ കർത്താവിൻ്റെ ദൈവിക സ്നേഹം അനേക ഹൃദയങ്ങളെ സ്വാധീനിക്കുകയാ. ആ സ്നേഹം, കാൽവറി ക്രൂസിലെ സ്നേഹം, അനന്തമായ സ്നേഹം, പരിശുദ്ധമായ സ്നേഹം, പരിഭവമില്ലാത്ത സ്നേഹം, ആവരിക്കുന്ന സ്നേഹം, ദൈവിക സ്നേഹം, നിഷ്കളങ്ക സ്നേഹം, പാപിയെ വിശുദ്ധമാക്കുന്ന സ്നേഹം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. കാൽവറി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മകൾ സ്നേഹമേ,
പൊന്നുമാറിലാണ് ചീടും സ്നേഹമേ, എൻ്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ. കർത്താവിൽ പ്രിയ വാത്സല്യമുള്ളവരെ, നാലാമതായി ഞാൻ പറഞ്ഞത് തുളച്ചു കയറുന്ന ആണികൾ കൊണ്ടുള്ള തിരുമുറിവ്. അഞ്ചാമത്തെ തിരുമുറിവ് ചങ്കിനകത്തേക്ക് പായുന്ന കുന്തം പോലെയുള്ള ആയുധം കൊണ്ടുള്ള മുറിവുകളാണ്. ചങ്കിനകത്തേക്ക് പായുന്ന കുന്തം പോലെയുള്ള ആയുധം കൊണ്ടുള്ള മുറിവ്. പടയാളികളിൽ ഒരുവൻ, ആ പടയാളിയുടെ പേര് ലോങ്കിനസ് എന്നാണ്. ലോങ്കിനസ്. ആ പടയാളികളിൽ ഒരുവൻ ഒരു കുന്തമെടുത്ത് കർത്താവിൻ്റെ വിലാപ്പുറത്ത് കുത്തി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിൻ്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു 19:34, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. രക്തവും വെള്ളവും പുറപ്പെട്ടു. ചങ്കിൽ നിന്ന് രക്തം ചീറ്റി. പെരിക്കാർഡിയം കുത്തി പിളർന്നപ്പോൾ രക്തം ചീറ്റി പുറത്തേക്ക് പ്രവഹിച്ചു. 6.5 ലിറ്റർ രക്തം. ലോകത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. 6.5 ലിറ്റർ രക്തം അത് പ്രവഹിച്ചപ്പോൾ അതിലെ ഒരു തുള്ളി രക്തം ഈ ലോങ്കിനസിൻ്റെ കണ്ണുകളിൽ വീണു. ലോങ്കിനസ് ഒരു നേത്രരോഗിയായിരുന്നു. കണ്ണിന് രോഗമുള്ള ഒരാളായിരുന്നു. എന്നാൽ ഈ ഒരു തുള്ളി രക്തം ലോങ്കിനസിൻ്റെ കണ്ണിൽ വീണപ്പോൾ ലോങ്കിനസിൻ്റെ നേത്രരോഗം മാറി. ആമേൻ. നേത്രരോഗം മാറുക മാത്രമല്ല, അവൻ കർത്താവിനെ പിന്നീട് അനുഗമിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. സഖറിയാ പ്രവാചകൻ പറയുന്നുണ്ട് 13-ാം അധ്യായം 1, അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ തുറന്നിരിക്കും. ഒരു ഉറവ തുറന്നിരിക്കും. ആ ഉറവയാണ് ഇവിടെ തുറക്കപ്പെടുന്നത്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലും ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിലും ഇസ്രായേൽ ജനം യാത്ര തുറന്നപ്പോൾ മരുഭൂമിയിൽ ഒരു പാറയെ കണ്ടു. ഒരു പാറ, ചുട്ടുപൊള്ളുന്ന പാറ, തൊട്ടാൽ കൈ വെന്തുപോകുന്ന പാറ, തീക്കൽ പാറ, തീ വമിക്കുന്ന പാറ. ഇസ്രായേൽ ജനം ഒരു ദാഹജലത്തിനായി ആർത്ത് നിലവിളിച്ചപ്പോൾ ഹല്ലേലൂയ, ദൈവം ഈ തീക്കൽ പാറയിൽ നിന്ന് ഒരു നീരുറവയെ സൃഷ്ടിച്ചു. തീക്കൽ പാറയിൽ നിന്ന് ഒരു നീരുറവയെ സൃഷ്ടിച്ചു. പാറയ്ക്കുള്ളിൽ ഒരല്പം പോലും വെള്ളം കാണാൻ സാധ്യതയില്ല. മാത്രമല്ല, പാറയ്ക്ക് ചുറ്റുപാടും ഒരു തുള്ളി വെള്ളം കാണാൻ സാധ്യതയില്ല. കാരണം ആ പാറ പഴുത്തു നിൽക്കുകയാണ്. ദൈവം പാറയുടെ മാറ് പിളർന്നിട്ട് അതിൽ നിന്ന് ശുദ്ധജലത്തിൻ്റെ നീരുറവയെ തുറന്നിട്ട് ഇസ്രായേലിനെ കുടിപ്പിച്ചു ഈ തമ്പുരാൻ. ഇതൊരു പ്രതീകമാണ്. സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ട ശാശ്വത പാറ, കാൽവരി ക്രൂശിൽ ഉയർത്തപ്പെട്ട ക്രിസ്തുവിൻ്റെ മാറ് പിളർന്നപ്പോൾ ഒഴുകിയ നീരുറവയത്രേ അത്. അനേകർക്കു വേണ്ടി ചൊരിയുന്ന പുതിയ നിയമത്തിൻ്റെ നിയമം. അവൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സകല പാപ കറകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ ഉർവിനാഥൻ യേശുദേവൻ ചൊരിഞ്ഞ തീരു രക്തമേ. കാൽവരി ക്രൂശിൽ ഉയർത്തപ്പെട്ട ക്രിസ്തുവിൻ്റെ മാറ് പിളർന്നപ്പോൾ ഒഴുകിയ നീരുറവ. അവിടെ നിന്ന് നീ കുടിച്ചാൽ നിന്റെ ദാഹം തീരും, നിന്റെ ക്ഷീണം തീരും, നിന്റെ സകല പാപങ്ങൾക്കും പരിഹാരമാകും, നിനക്ക് രക്ഷയൊരുക്കും. ഈ ക്രൂശിനരികെ യോഹന്നാനുണ്ട്, മഗ്ദലക്കാരത്തി മറിയുണ്ട്, യേശുവിൻ്റെ
അമ്മ മറിയയുണ്ട്. മകൻ്റെ കരങ്ങളിൽ ചാരിയും അവൻ്റെ കണ്ണുകളിൽ നോക്കിയും മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരമ്മ, 33 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മകൻ കാൽവറി ക്രൂസിൽ മരിക്കുന്നത് നേരിട്ട് കാണുവാൻ വിധിക്കപ്പെട്ടവൾ. ക്രൂസിൽ അവൻ കിടന്ന് അവൻ്റെ ചുണ്ടുകൾ വറ്റി വരളുമ്പോൾ ആ ചുറ്റി വരളുന്ന ആ ചുണ്ടുകളിൽ ഒരു തുള്ളി വെള്ളം പോലും ഒന്ന് നനച്ചു കൊടുക്കുവാൻ തനിക്ക് ആവുന്നില്ലല്ലോ എന്നോർത്ത് വിലപിക്കുന്ന ഒരമ്മ ആ ക്രൂസിനരികെ നിൽപ്പുണ്ട്. അവൻ്റെ അമ്മ. കർത്താവിൽ പ്രിയ വാത്സല്യമുള്ളവരെ, ഞാൻ 5 തിരുമുറിവുകളെക്കുറിച്ചാണ് പറഞ്ഞത്. 1, വടി കൊണ്ട് ലാത്തി കൊണ്ടുള്ള മുറിവുകൾ. 2, ചമ്മട്ടി കൊണ്ട് ചാട്ട കൊണ്ടുള്ള മുറിവുകൾ. 3, മുൾക്കുരിശുള്ളിലേക്ക് കടത്തിയുള്ള മുറിവുകൾ. 4, തുളച്ചു കയറുന്ന ആണികൾ കൊണ്ടുള്ള മുറിവുകൾ. 5, കുന്തം പോലെ മൂർച്ചയുള്ള ആയുധം കൊണ്ടുള്ള മുറിവുകൾ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും, കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും, ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ